നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കൗമാരക്കാരിലെ ആർത്തവ പ്രശ്നങ്ങൾക്കും അതിനുള്ള ചികിത്സയും കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് എസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് ആൻഡ് റോബോട്ടിക് സർജനുമായ ഡോക്ടർ ടി നാസർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ആർത്തവ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപേ ആർത്തവത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എങ്ങനെയാണത് ഉണ്ടാകുന്നതെന്ന്? ഓക്കെ, നമുക്ക് ഈ കൗമാരക്കാർ നമ്മൾ സാധാരണ പറയാറ് ഈ 12 വയസ്സ് മുതൽ 18 അല്ലെങ്കിൽ 19 വയസ്സ് വരെയുള്ള ആ പീരീഡാണ് പറയുന്നത്. പക്ഷേ ആർത്തവം നമ്മൾക്കറിയാം, കുട്ടികൾക്ക് ഒരു 8 വയസ്സിന് ശേഷം അതിൽ 9 വയസ്സ് മുതൽ ഒരു 13 വയസ്സ് വരെയുള്ള ആ സമയത്താണ് സാധാരണ ആദ്യമായിട്ട് ഉണ്ടാവാറ്. നമ്മൾക്കറിയാം, ഈ നമ്മുടെ ബ്രെയിനിലുള്ള ഹൈപ്പോതലാമസ്, അതേമാതിരി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പിന്നെ അണ്ഡാശയം, ഈ 3 സ്ട്രക്ചേഴ്സും കൂടിയുള്ള ഒന്നിച്ചുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികളിൽ അല്ലെങ്കിൽ ഈ ടീനേജേഴ്സിന് മാസമുറ ഉണ്ടാകുന്നത്. അപ്പം ഈ ഓവറിയിനകത്തു നിന്നുള്ള ഹോർമോൺസ്, അതായത് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ഈ ഹോർമോൺസ് ഈ അണ്ഡാശയത്തിൻ്റെ അകത്തുള്ള ലൈനിങ്ങിൻ്റെ മുകളിൽ അത് പ്രവർത്തിക്കുന്ന ഫലമായി അതിൻ്റെ ലൈനിങ്ങിന് വണ്ണം വെക്കുകയും പിന്നെ ആ വണ്ണം വെച്ച ലൈനിങ് പുറത്തു പോവുകയാണ് ഈ ആർത്തവത്തിൽ കൂടെ നടക്കുന്നത്. അപ്പോൾ ഈ ഈ ഹോർമോൺ ഉണ്ടാക്കുന്നത് തലച്ചോറുള്ള ഹൈപ്പോതലാമസിൻ്റെയും അത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വഴിക്ക് അത് ഓവറിയിലേക്ക് വരുമ്പോഴാണ് അത് ഈ ആക്സിസ്, ഈ 3 സ്ട്രക്ചേഴ്സിന് കൂടുതൽ ഒരുമിച്ച് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 12 അല്ലെങ്കിൽ 10 ഈ പറഞ്ഞ കാലയളവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായി കുട്ടികൾക്ക് മാസമുറ വരുന്നു. ഈ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുട്ടികളിലെ ഇപ്പോൾ ചിലവർക്ക് 10 വയസ്സിലാവാം, ചിലർക്ക് 12 വയസ്സിൽ അങ്ങനെ വ്യത്യാസം വരുന്നു. ജീവിതശൈലിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കൊണ്ട് ഇതുണ്ടാകുന്നുണ്ടോ, ഈ പ്രായത്തിലെ വ്യത്യാസം? നമ്മൾ പണ്ടെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 12 വയസ്സ് ശേഷമാണ് മാസമുറ ഉണ്ടാവാറാണ്. ഇപ്പോൾ നമ്മൾ തികച്ചും വ്യത്യാസമായി. ഈവൻ നമ്മൾ 8 വയസ്സിന് മുമ്പേ തന്നെ കുട്ടികൾക്ക് ഈ അതിന് ശരീരത്തിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങുകയും മാസമുറ നേരത്തെ ആയി കാണുന്ന അവസ്ഥയാണ് ഇപ്പം കണ്ടുവരുന്നത്. അപ്പം ഒന്നാമത്തത് നമ്മൾക്ക് തോന്നുന്നത് അവരുടെ ഭക്ഷണക്രമത്തിലുള്ള മാറ്റം, സെഡൻറ്ററി ലൈഫ്, പിന്നെ കൂടുതൽ വീട്ടിനകത്ത് ഒതുങ്ങിക്കൊണ്ടിരുന്ന് ഗെയിംസും എല്ലാമായിട്ട് ഇൻഡോർ ഗെയിംസിലാണ് ഇപ്പം കുട്ടികളുടെ പുതിയ ട്രെൻഡ്. അപ്പോൾ അതിൻ്റെ ഫലമായി ഈ കൂടുതൽ വണ്ണം വയ്ക്കുന്ന ആൾക്കാർക്ക് ഈ മാസമുറ വരുന്നത് വൈകിട്ടാണ് കാണുന്നത്. പിന്നെ അങ്ങനത്തുള്ള ആൾക്കാർക്ക് ഈ ആൻഡ്രോജൻ എന്ന് പറഞ്ഞ ഹോർമോൺ ശരീരത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. അതെല്ലാം ഈ ആർത്തവ സമയത്ത് ഈ ആർത്തവം വരുന്ന കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അണ്ഡാശയത്തിൽ നിന്നും അണ്ഡോൽപാദനം നടക്കുമ്പോഴാണ്. അതിനോടനുബന്ധിച്ചാണ് ഈസ്ട്രോജൻ ഹോർമോൺസ് എല്ലാം ഈ അണ്ഡാശയത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ ആൻഡ്രോജൻ ഹോർമോൺസും അതുപോലെ തന്നെ ഈ നാം പറഞ്ഞ 3 സ്ട്രക്ചേഴ്സ് ബ്രെയിനിൽ നിന്ന് അല്ലെങ്കിൽ അവർ നമ്മളെ പ്രവർത്തനത്തെ ബാധിക്കുകയും അത് കാരണം നേരത്തെ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൗമാരക്കാരിൽ കണ്ടുവരുന്ന ഒരു പുതിയ പ്രവണതയാണ് അവരുടെ ശരീര ആകാരത്തെ അല്ലെങ്കിൽ ബോഡി ഷേപ്പിനെ കുറിച്ചുള്ള ഓവർ കോൺഷ്യസ്നെസ്. അത് കാരണം അവരെ ഏതെങ്കിലും ഫിലിം സ്റ്റാർസിനൊക്കെ അനുകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തെ അധികം നിയന്ത്രിച്ച് വെയിറ്റ് കുറയ്ക്കുകയും, അത് വളരെയധികം വെയിറ്റ് ശരീരത്തിൽ കുറഞ്ഞിരുന്നാൽ ആ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും, അത് ബിലോ 18, അതുപോലെ തന്നെ എബോവ് 45, എബോവ് 25, ഈ രണ്ടാണെങ്കിലും ഈ നമ്മുടെ ഇതിൻ്റെ എല്ലാം ക്രമത്തെ ബാധിക്കാവുന്നതാണ്. എത്ര ദിവസം കൂടി നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ എത്ര ദിവസത്തിന് ശേഷമുള്ളതാണ് നോർമൽ ആയിട്ടുള്ള ഡേയ്സ് പറയുന്നത്? നമ്മൾ പറയുന്നത് സൈക്കിൾ ലെങ്ത് എന്ന് പറയാം. ഒരു മാസമുറയുടെ തുടക്കം മുതൽ അടുത്ത മാസമുറ തുടങ്ങുന്ന, അതാണ് നമ്മളെ സൈക്കിൾ പറയുന്നത്. അപ്പം ഇത് കൗമാരക്കാരിൽ ഒരു 21 ദിവസം മുതൽ ഒരു 45 ദിവസം വരെയുള്ള സമയങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഈ സൈക്കിൾസ് റിപ്പീറ്റ് ചെയ്യാം. അത് ആദ്യത്തെ ഒരു 1-2 വർഷം കഴിയുമ്പോഴാണ് ഈ പാറ്റേണിലേക്ക് അവർ എത്തുന്നത്. ഈ മാസമുറ തുടങ്ങിയ കുട്ടികളിൽ ഇങ്ങനെ ഇറഗുലർ ആയിരിക്കും, ചിലപ്പോൾ ഒരു കൊല്ലത്തിൽ അടുപ്പിച്ച് എല്ലാ മാസങ്ങളും വരണമെന്നില്ല. ഇത് ഇങ്ങനെ വ്യത്യാസം വരുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഈ ഹൈപ്പോതലാമസ്, അതേമാതിരി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഓവറി, ആ ഒരു ആക്സിസ് ഉണ്ട്. അതിൻ്റെ എന്താ പറയുക, പൂർണ്ണ വളർച്ച എത്തുമ്പോഴാണ് അണ്ഡോൽപാദനം നടക്കുകയും ആ സമയത്ത് മാസമുറ വരികയും ചെയ്തു. ആ ഒരു ഇനീഷ്യൽ പീരീഡ്, അതൊരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം നമ്മൾ ആ മാച്യൂരിറ്റി, അതിൻ്റെ ആ പൂർണ്ണ വളർച്ച എത്തുന്നത് വരെ മാസമുറയുടെ ഹോർമോണുകളിലൊക്കെ വ്യത്യാസം വരികയും മാസമുറ
ക്രമം തെറ്റി വരികയും ചെയ്യുന്നത് സാധാരണയാണ്. പക്ഷേ 2 കൊല്ലത്തിന് 3 വർഷം അവർ ഞാൻ പറഞ്ഞ ഈ 21 അല്ലെങ്കിൽ 45, പക്ഷേ നേരെ നമ്മളൊരു വളർച്ച എത്തിയ ആളാണെങ്കിൽ അവർക്ക് വരുന്നത് സാധാരണ 28 to 35 ഡേയ്സ് ആണ്, 28 മുതൽ 35 ഇവർക്ക് നമ്മൾ 21 മുതൽ 45 ദിവസം വരെയുള്ള ഒരു പീരീഡ് നമുക്ക് നോർമലായിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. സാധാരണയായി കണ്ടുവരുന്ന ആർത്തവ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചു. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന അമിത രക്തസ്രാവം, പിന്നെ പറഞ്ഞ മാതിരി ഒരു ക്രമവും ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ആർത്തവങ്ങൾ, പിന്നെ ഞാൻ പറഞ്ഞ മാതിരി മാസത്തിൽ ഒന്നിൽ കൂടുതലുള്ള ആർത്തവം, അല്ലെങ്കിൽ 1.5 മാസം കഴിയുമ്പോൾ 2 മാസത്തിലൊരിക്കൽ വളരെ വൈകി വരുന്ന ആർത്തവങ്ങൾ, പിന്നെ ആർത്തവം ഒട്ടും വരാത്ത അവസ്ഥ, പിന്നെ വരാവുന്നത് ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനകൾ. ഇതൊക്കെയാണ് നമ്മൾ ഡേ ടു ഡേ ആക്ച്വലി കണ്ടുവരുന്നത്. തീരെ ഉണ്ടാവാത്ത ഒരവസ്ഥ ചിലപ്പോൾ 1 മാസം കഴിഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്നത്, ഇത് എന്തുകൊണ്ട്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്? അത് 2 തരമുണ്ട്. ഒന്ന്, മാസമുറ അവർ ജനിച്ചത് മുതൽ മാസമുറ ഉണ്ടാവാത്തൊരവസ്ഥ. നമ്മൾ പറയുന്നത് ഒരു കുട്ടിക്ക് 14 വയസ്സ്, 14 അവർക്ക് ബാക്കിയുള്ള അതായത് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, ഹെയർ ഡെവലപ്മെൻറ്റ് അതൊക്കെ ഇല്ലാതെ ഒന്നും കാണുന്നില്ല, 14 വയസ്സായി എന്നിട്ടും വരുന്നില്ലെങ്കിൽ അത് നോർമലല്ല. അതുപോലെ തന്നെ പക്ഷേ ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ അവർക്ക് ഈ പറഞ്ഞ ചേഞ്ചസും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു 16 വയസ്സ് വരെ നമുക്ക് കാക്കാവുന്നതാണ് മാസമുറ വരാൻ വേണ്ടി. എന്നിട്ടും മാസമുറ വരുന്നില്ലെങ്കിൽ അത് തീർച്ചയായും അത് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ആർത്തവം തീരെ ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ആർത്തവം ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഈ കറക്റ്റ് 45 ദിവസത്തിന് ശേഷം അല്ലാണ്ട് കറക്റ്റ് ഗ്യാപ്പ് അല്ലാതെ വരുന്നത് എന്തുകൊണ്ട്? അതാണ് രണ്ടാമത് പറഞ്ഞത്. എന്നത് അവർക്ക് ഉണ്ടാവാറുണ്ട്, പക്ഷേ ചിലപ്പോൾ 2 മാസം അല്ലെങ്കിൽ 6 മാസത്തിലൊക്കെ മാസമുറ. അതിൽ പ്രധാനമായിട്ട് കാണുന്ന ഒരു അസുഖമാണ് പോളിസിസ്റ്റിക് ഓവറി. അത് കൂടുതലും യുവത്വത്തിലാണ് നമ്മളത് കാണുക, പക്ഷേ കുട്ടികൾക്കും അതിന് ചേഞ്ചസ് കാണാറുണ്ട്. അത് അണ്ഡാശയത്തിൽ ചെറിയ ചെറിയ കുരുക്കളായിട്ട് കാണുന്നൊരവസ്ഥ. ഈ കുരുക്കളെല്ലാം അണ്ടങ്ങളാണ്, പക്ഷേ അത് പൂർണ്ണ വളർച്ച എത്തുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇതിന് വരുന്ന കാരണം ഈ ഹോർമോൺ, ഇൻസുലിൻ ഹോർമോൺ, അതിൻ്റെ എല്ലാം അതിൻ്റെ പ്രവർത്തനം ബാധിക്കുന്ന ഇഷ്യൂ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളൊരു നമുക്ക് കണ്ടുവരാൻ അവർ കൂടുതൽ വണ്ണം ഉണ്ടായിരിക്കും, അവർ സെഡൻറ്ററി ലൈഫായിരിക്കും. മാത്രമല്ല ഈ അസുഖം അവരുടെ കുടുംബത്തിൽ അവരുടെ സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ മദറിനോ അമ്മയ്ക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പോളിസിസ്റ്റിക് ഓവറി ഉണ്ടെങ്കിൽ അവരുടെ ഹോർമോൺ എല്ലാം ശരിക്കും പ്രോപ്പറായിട്ട് വരാത്തത് കാരണം ഈ മാസമുറ വൈകാം. പക്ഷേ ഇങ്ങനത്തെ കുട്ടികൾക്ക് നമുക്ക് അത് അമിതമായുള്ള രോമ വളർച്ച, പിന്നെ ഒരു പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് അണ്ടം ശരിയായി ഉണ്ടാവാത്തത് കൊണ്ട് കുട്ടികൾ ഉണ്ടാവാൻ വൈകുന്ന അവസ്ഥയൊക്കെ ഇതിൽ കാണാവുന്നതാണ്. പിന്നെ വരാവുന്ന നമ്മുടെ ഹോർമോണുകളുടെ ചേഞ്ചസ്. തൈറോയ്ഡ് ഹോർമോൺ, തൈറോയിഡിൻ്റെ തൈറോയ്ഡ് ഹോർമോൺ കൂടിയാലും അതുപോലെ തന്നെ കുറഞ്ഞാലും ഈ വ്യതിയാനങ്ങൾ കാണാം. അതുപോലെയുള്ള വേറൊരു ഹോർമോണ് പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന്, അത് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണ് പ്രൊലാക്റ്റിൻ. ആ പ്രൊലാക്റ്റിൻ്റെ ലെവലും കൂടിക്കഴിഞ്ഞാൽ ഈ മാസമുറ വൈകിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ ഹെവി ബ്ലീഡിങ് ഉണ്ടാവുന്നത് സാധാരണ 1, 2, 3 പാഡുകൾ മാറ്റുന്നതിന് പകരം കുറേ പാഡുകൾ മാറ്റേണ്ട ആവശ്യമുള്ള ഒരവസ്ഥ, ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എന്താണ് ഹെവി ബ്ലീഡിങ് എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു നമ്മൾ എങ്ങനെയാണ് അത് അസസ് ചെയ്യുന്നതാണ്. അപ്പോൾ പല കുട്ടികൾക്ക് അറിയില്ല. അപ്പം നമ്മൾ അവരുടെ അമ്മമാർ വേണം അവരെ അതിനുവേണ്ടി നോക്കാൻ വേണ്ടി. അപ്പം അവർ ഒന്ന് പറഞ്ഞ മാതിരി എത്ര പാഡുകൾ അവർ ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറിൽ കൂടുതൽ ഒരു കുട്ടിക്ക് ഒരു പാഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായും അത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ആർത്തവ രക്തത്തിൽ സാധാരണ കട്ടകൾ ഉണ്ടാവാറില്ല. കട്ടകൾ ഒരു 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ആ സൈസിലുള്ള കട്ടകൾ കാണുന്നുണ്ടെങ്കിൽ അതും ഹെവി ബ്ലീഡിംഗ് ആണ്. പിന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എപ്പോഴെങ്കിലും കുട്ടിക്ക് രക്തക്കുറവോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുമായിട്ട് അത് റിലേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഹെവി ബ്ലീഡിങ്ങിന് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഹീമോഗ്ലോബിൻ കൂടിയവർക്കോ കുറഞ്ഞവർക്കോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ കാണാറില്ല ഈ ഹെവി ബ്ലീഡിങ്. പിന്നെ നമ്മുടെ ഒരു 10 മുതൽ 15% ഈ പ്രായത്തിലുള്ള കൗമാരക്കാരിൽ ഈ ബ്ലീഡിങ് ഡിസോർഡേഴ്സ്, അതായത് രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അതായത് കട്ട പിടിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളുണ്ടല്ലോ, ഒന്നുകിൽ അതിൻ്റെ എണ്ണം കുറവായതായിരിക്കും, അല്ലെങ്കിൽ എണ്ണം കൂടുതലായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണമെല്ലാം നോർമലായിരിക്കും, പക്ഷേ അതിൻ്റെ ധർമ്മം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടാവില്ല.
പിന്നെ അതുപോലെ തന്നെ ഈ രക്തത്തിലുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഉള്ള ആ ഘടകങ്ങളുടെ അഭാവങ്ങൾ കാരണം വരുന്ന ബ്ലീഡിങ്. അപ്പം അങ്ങനെ അപ്പോൾ അവർക്ക് നമ്മൾ അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ചോദിക്കാറുണ്ട്, എന്തെങ്കിലും കൈ മുറിഞ്ഞാൽ കൂടുതൽ രക്തസ്രാവം ഉണ്ടാവാറുണ്ട്, പല്ലിൽ നിന്ന് രക്തം ഉണ്ടാവാറുണ്ട്, അങ്ങനെയുള്ള നമ്മൾ അത് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും ഈ അവരുടെ ഈ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുകയും അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് അതില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പം ഇപ്പം ഇങ്ങനൊരു ഹെവി ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എന്തെങ്കിലും റീസൺസ് ഒന്നിലോ ഉണ്ടോ, അതല്ലെങ്കിൽ ആ മാസം മുറ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഈ ഹോർമോണിൻ്റെ ഇംബാലൻസ് കൊണ്ട് വന്നതാണോ എന്നുള്ളത് നമ്മൾ ഒരു പ്രോപ്പറായിട്ടൊരു ഇവാലുവേഷൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഹീമോഗ്ലോബിൻ ലെവൽ ചിലപ്പോൾ വളരെയധികം ലോ ആയിട്ടൊക്കെ കുട്ടികളെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. 4ഉം 5ഉം ഹീമോഗ്ലോബിൻ ലെവലായിട്ട് വളരെ വിളറിയിട്ട് കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ തന്നെ എമർജൻസി അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ ഈ ബ്ലീഡിങ്ങിനെ അറസ്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് അവർക്ക് കൊടുക്കേണ്ടിയിരിക്കും. നമ്മൾ സാധാരണ ഹോർമോൺസാണ് ഈ ബ്ലീഡിങ് കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അത് ഇനീഷ്യലി ഹൈ ഡോസ് ഹോർമോൺ കൊടുത്ത് പിന്നെ അതൊരു മെയിൻ്റനൻസ് ലെവലിൽ നമ്മൾ കൊണ്ടുപോകാറാണ് പതിവ്. ഈ മെഡിസിൻ അല്ലാണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഹെവി ബ്ലീഡിങ് നിർത്താൻ കഴിയും? ഫോർ എക്സാമ്പിൾ ഇതൊരു പോളിസിസ്റ്റിക് ഓവറി അതുപോലുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളത് വണ്ണം ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വണ്ണമെല്ലാം കുറച്ച്, അല്ലെങ്കിൽ തീരെ ശരീരം മെലിഞ്ഞ കുട്ടികൾ അവരുടെ വെയിറ്റ് കൂട്ടാൻ പറയാം, എക്സസൈസ് അവരുടെ അഡ്വൈസ് ചെയ്യും. കൂടുതൽ അവർക്ക് വേണ്ടത് ഒരു റീഅഷുറൻസ് ആണ്. ഇത് പാർട്ട് ഓഫ് ദ നോർമൽ ബോഡി ചേഞ്ചസിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. 2-3 കൊല്ലങ്ങൾ കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ആവുന്നുള്ളൊരു റീഅഷുറൻസ് അവർക്ക് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കും. അതിൻ്റെ കൂടെ അവർക്ക് എന്തെങ്കിലും മെൻ്റൽ സ്ട്രെസ്സസ് വല്ലതും ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ പഠന സ്ഥലത്തോ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അഡ്രസ് ചെയ്തേ പറ്റൂ. ഈ ആർത്തവ സമയത്ത് ചില കുട്ടികളിൽ വല്ലാതെ വയറുവേദന, പുറം വേദനയൊക്കെ ഉണ്ടാകുന്നു. ഇതെന്തുകൊണ്ടാണ്? ഈ ആർത്തവ സമയത്ത് അത് വേദന ഉണ്ടെങ്കിൽ അത് അവർ അണ്ടോൽപാദനം നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണിത്. അപ്പം ഇറ്റ്സ് ആക്ച്വലി എ റീഅഷുറൻസ്. അപ്പം എന്തെങ്കിലും നമ്മൾ വലിയ ആൾക്കാരിൽ തന്നെ ചിലപ്പോൾ കുട്ടികളില്ലാതെ വരുന്ന ദമ്പതികളിൽ നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് മാസം സമയത്ത് വേദന ഉണ്ടാവാറുണ്ടോ? ഇല്ല എന്ന് പറയുകയാണ് അതിൻ്റെ അർത്ഥം അവർക്ക് പ്രോപ്പറായിട്ട് അത് ശരിക്കും ഉൽപ്പാദനം നടക്കുന്നില്ല എന്നല്ല. അപ്പം അവർക്ക് ഇതൊരു ശരിക്കും റീഅഷുറൻസ് ആയിരിക്കും. അപ്പം മാത്രവുമല്ല, തുടക്കത്തിലുള്ള 1-2 വർഷം ഈ വർഷങ്ങളിൽ ഈ വേദന ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അവർക്ക് അണ്ടോൽപാദനം നടക്കുന്നില്ല. അപ്പം അങ്ങനെ നമ്മുടെ ആർത്തവ സമയത്ത് ഗർഭാത്രത്തിലെ പേശികൾ ചുരുങ്ങും, ഈ രക്തത്തെ പുറത്തേക്ക് തള്ളാനാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വേദന വരുന്നത്. അപ്പം അത് നമ്മൾ അങ്ങനെ റിയാക്ഷൻസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അത് എത്രത്തോളം അവരെ ഈ പ്രശ്നം അവരെ ബാധിക്കുന്നുണ്ട്, അവർക്ക് സ്കൂളിൽ ദിവസങ്ങൾ പോകാതിരിക്കേണ്ടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരുന്നുണ്ടോ, കൂടുതൽ പെയിൻ കില്ലേഴ്സ് എടുക്കേണ്ടി വരുന്നുണ്ടോ, അതെല്ലാം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എത്രത്തോളം അത് ബാധിക്കുന്നുണ്ടോ അതനുസരിച്ചാണ് നമ്മളത് അതിനോടുള്ള അപ്രോച്ച് വേണ്ടത്. അപ്പം നല്ലൊരു വേദനയാണ്. നമ്മുടെ ഒരു പ്രോപ്പറായിട്ടൊരു എക്സാമിന് ശേഷം നമുക്ക് ഒരു അൾട്രാസൗണ്ട് പരിശോധന ചെയ്യുന്നത് നല്ലതാണ്. എന്തെങ്കിലും അണ്ഡാശയത്തിലോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിലോ ഉള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ആ രക്തം പുറത്തേക്ക് വരാനുള്ള ഭാഗത്ത് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നുള്ളതെല്ലാം നമ്മളൊരു ഒരു പരിശോധനയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ വലിയവരിൽ ചെയ്യുന്ന പരിശോധന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തുള്ള ഇമേജിങ് അൾട്രാസൗണ്ട് അതുപോലത്തെയുള്ള പരിശോധനകളാണ് അവർക്ക് നമ്മൾ ചെയ്യാറ്. വേദനയ്ക്ക് മരുന്നുകൾ കഴിക്കുന്നതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? നമ്മൾ വേദനയ്ക്ക് നമ്മൾ സാധാരണ കൊടുക്കാറ് ഈ പാരസ്റ്റമോൾ അതുപോലെ അങ്ങനത്തുള്ള ടാബ്ലറ്റ്സ് ആണ് അവർക്ക് കൊടുക്കാറ്. അത് അവർക്ക് ഒരു തുടക്കത്തിലുള്ള 2-3 ദിവസങ്ങൾ മാത്രമേ സാധാരണഗതിയിൽ ഈ പ്രശ്നം കാണാറുള്ളൂ. അപ്പം അവർക്ക് അത്രയും വലിയ പ്രശ്നമാണെങ്കിൽ ഒരു ദിവസം 1-2 ഗുളികകൾ അതൊരു 2-3 ദിവസത്തേക്ക് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷെ നമ്മൾ ഈ കുട്ടികൾ ഫോർ എക്സാമ്പിൾ കുട്ടികൾ കിഡ്നിക്കുള്ള അസുഖങ്ങൾ, ലിവർ ഡിസീസ് അങ്ങനെയുള്ളെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികളാണെങ്കിൽ അവർ കുറച്ച് കോഷ്യസ് ആയിരിക്കണം ഈ ടാബ്ലറ്റ് കൊടുക്കുന്നത്. ബ്രേക്ക് എടുത്തിട്ട് വരുന്നു. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു.
ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഇങ്ങനെ അസുഖങ്ങളുണ്ട്. അപ്പോൾ ഈ തൈറോയിഡൊക്കെ അസുഖങ്ങളുള്ളവർക്ക് എന്താണ് ഇതിന് ചെയ്യാൻ കഴിയുന്നത്? തൈറോയ്ഡ് നമ്മുടെ ഹോർമോൺ ടെസ്റ്റ് നമുക്കറിയാം, നമ്മളെല്ലാവരും ചെയ്യുന്ന ടെസ്റ്റുകളാണ് T3, T4, TSH, ആ തൈറോയ്ഡ്. അപ്പോൾ ഈ തൈറോയ്ഡ് ഹോർമോൺ ഗ്രന്ഥിയുടെ പ്രവർത്തനം ശരിയായിട്ട് ഇല്ലെങ്കിൽ ഈ തൈറോയ്ഡ് TSH ഹോർമോണിൻ്റെ ലെവൽ കൂടുതലായിട്ട് കാണിക്കും. അങ്ങനെയുള്ള ആൾക്ക് നമ്മൾ പുറത്തുനിന്നും തൈറോയ്ഡ് ഹോർമോൺ അവർക്ക് നമ്മൾ തൈറോക്സിൻ പോലെയുള്ള ഗുളികകൾ അവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ ഈ തൈറോയ്ഡ് TSH ലെവൽ കുറയുന്ന ഒരവസ്ഥയുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഗ്രന്ഥി കൂടുതലായിട്ട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള അത് കുറയ്ക്കാനുള്ള മെഡിസിൻസ് നമ്മൾ അങ്ങനെ വല്ലതും നമ്മൾ കാണുകയാണെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ ഒരു മേൽനോട്ടത്തിൽ ചികിത്സ നടത്തുന്നത് നല്ലത്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ പ്രൊലാക്റ്റിൻ ഹോർമോൺ, ഈ പാലുണ്ടാക്കുന്ന ഹോർമോൺ, അത് ചെറിയ തോതിലുള്ള ഉൽപ്പാദനം ആണ് കൂടുതൽ ലെവൽ വരികയാണെങ്കിൽ കാണുന്നതാണ്. പാൽ കൂടുതലായിട്ട് കാണും. അതുപോലെ തന്നെ അണ്ടോൽപാദനത്തെ ബാധിക്കും, അവർക്ക് മാസം മുറ വരില്ല, അങ്ങനെയാണ്. പക്ഷേ ഇത് തലച്ചോറിലൊരു ഗ്രന്ഥിയാണ്. ആ ഗ്രന്ഥി ഈ പ്രൊലാക്റ്റിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് കൂടെ തന്നെ അതിൻ്റെ വണ്ണവും കൂടി വരും. അങ്ങനെയുള്ള ചിലപ്പോൾ അത് കണ്ണിൻ്റെ കാഴ്ചയെ അത് ബാധിക്കാം, തലവേദന അങ്ങനെയുള്ളവർക്കും. ഈ ഹോർമോൺ ലെവൽ വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ MRI പോലെയുള്ള പരിശോധനകൾ അവർക്ക് നമ്മൾ പറയാറുണ്ട്. അപ്പം പ്രൊലാക്റ്റിൻ ലെവൽ കൂടുതലാണെങ്കിൽ നമുക്ക് പ്രൊലാക്റ്റിൻ ലെവൽ കുറയ്ക്കാനുള്ള മെഡിസിൻസ് അത് ഒരു ആഴ്ചയിൽ 2 ദിവസം വെച്ച് ഒരു 2-3 മാസം കഴിക്കുമ്പോൾ അത് നോർമലാവാറുണ്ട്. ഈ ആർത്തവ സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങളുള്ളവർക്ക് ഭാവിയിൽ ഗർഭധാരണത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു പോളിസിസ്റ്റിക് ഓവറി ഉള്ള അതിനുള്ള ലക്ഷണങ്ങളുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ ഗർഭധാരണത്തിനും വൈകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്ക് നമ്മൾ ജീവിത ശൈലി ക്രമീകരണമാണ് അതിൻ്റെ ഒന്നാമത്തെ ചികിത്സ. അവരുടെ പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് കുറയ്ക്കാൻ നോർമൽ ആ ബോഡി മാസ് ഇൻഡെക്സ് 18 മുതൽ 25 വരെയുള്ള ബോഡി മാസിന്, അതായത് നമ്മുടെ ഒരു വെയിറ്റ് കിലോഗ്രാമിൽ നമ്മൾ മെഷർ ചെയ്തിട്ട് ഈസ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, ആ ഫോമുല നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ആ 18 to 25 ലെവലിൽ നമ്മളത് നിലനിർത്താനുള്ള ശ്രമിക്കണം. അതുപോലെ തന്നെ ഡെയിലി എക്സസൈസ്. ഈ ഡെയിലി എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹോർമോൺസ് ബോഡിയിൽ പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യും, ലെവൽസ് എല്ലാം നോർമലായി. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ ചികിത്സ. പിന്നെ രണ്ടാമതാണ് മെഡിസിൻസ് ഉണ്ട്. അത് ടാബ്ലറ്റ്സ് ഉണ്ട്, ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഈ ടാബ്ലറ്റ്സ് കൊടുക്കുമ്പോൾ അത് അണ്ടോൽപാദനത്തെ കൂടുതൽ അത് പ്രൊമോട്ട് ചെയ്യുന്നു. പക്ഷെ നമ്മളത് അൾട്രാസൗണ്ട് നോക്കിക്കൊണ്ട് എങ്ങനെയുണ്ട് അതിൻ്റെ അണ്ടോൽപാദനം നോക്കിയിട്ടാണ് അതിൻ്റെ ചികിത്സ. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇവർക്ക് ഈ പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ കുഴപ്പമൊന്നും 100-ൽ ഒരു 15% ആളുകളിൽ ഈ പോളിസിസ്റ്റിക് ഓവറി കണ്ടുവരുന്നത്. അത് ഒരു നോർമൽ ഫിസിയോളജിക്കൽ വേരിയേഷനാണ്, അതൊരു അസുഖം നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഈ ഗർഭധാരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആരെങ്കിലും ഈ കൗമാരപ്രായക്കാരിൽ ഏതെങ്കിലും ബ്ലീഡിങ് ഡിസോർഡറായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഈ ഗർഭധാരണത്തിനും അതിനോടനുബന്ധിച്ചുള്ള കോംപ്ലിക്കേഷൻ്റെ ഒരു പോസിബിലിറ്റി നമ്മൾ മനസ്സിലുണ്ടാവണം. എന്താ പറയുക, നമ്മുടെ എന്തെങ്കിലും കാരണം കൊണ്ട് അവർ ഗർഭം ധരിക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കാൻ എന്താ പറഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസിൻ്റെ പ്രശ്നങ്ങളാണ്. ഫോർ എക്സാമ്പിൾ അത് മുഴുവനായിട്ട് പോയിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാം. അതുപോലെ തന്നെ അത് ചിലപ്പോൾ അത് ഗർഭധരിച്ചിരിക്കുന്നത് ഗർഭാശയത്തിന് പുറത്തായിരിക്കാം, അത് പൊട്ടിയിട്ട് വയറ്റിനകത്തുള്ള രക്തസ്രാവം ലൈഫിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റിയും കൂടി നമ്മൾ അവർ എന്തുവാന്ന് വെച്ചാൽ കുട്ടികൾ ഈ വിവരങ്ങൾ പുറത്ത് പറയാൻ മടിക്കും. അപ്പം നമ്മൾ ഡോക്ടറേറ്റ്സ് ഒരു യൂറിൻ ട്രാൻസിറ്റ് അതുപോലത്തെ എല്ലാ നമ്മുടെ ഈ ഒരു റിമോട്ട് പോസിബിലിറ്റിയാണ് എന്നിട്ട് തന്നെ നമ്മളത് ചെയ്യാറുണ്ട്. ഡോക്ടർ ഇപ്പോൾ വ്യായാമത്തെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും പറഞ്ഞു. എന്തെങ്കിലും തരം ശസ്ത്രക്രിയകൾ ഈ അസുഖങ്ങൾക്ക് ആർത്തവ കാലത്തുള്ള പ്രശ്നങ്ങൾക്ക് ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ട്രാക്റ്റിന് അതിൽ പുറത്ത് വരുന്ന വഴിക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ സെപ്റ്റം അല്ലെങ്കിൽ യൂട്ടസിനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അതെല്ലാം നമുക്ക് സർജിക്കൽ വഴിക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഈ അപൂർവമായി കാണുന്ന ട്യൂമേഴ്സ്, അണ്ടാശയത്തിലുള്ള മുഴകൾ അല്ലെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡിലുള്ള മുഴകൾ, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സർജറി അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ ശക്തമായ അടിവയറ്റിലുള്ള വേദന മാസമുറയുള്ള സമയത്തുള്ള അത് ചിലപ്പോൾ ഈ പറഞ്ഞതുമാതിരി അതിന് ഗർഭാശയം അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും മുഴകളോ അസുഖങ്ങളോ ആവാം. അങ്ങനെയുള്ള അല്ലെങ്കിൽ
അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്ക് അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് ഇപ്പം യുവതികളിൽ കാണുന്ന പ്രശ്നമാണ് എൻഡോമെട്രിയോസിസ്. അത് പക്ഷേ കുട്ടികളിൽ ഇപ്പോൾ നമ്മളത് ഈ ടീനേജ് ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ ഈ അണ്ടാശയത്തിൽ മുഴകളുണ്ടാവുകയും അതിൽ ചോക്ലേറ്റ് മാതിരിയുള്ളൊരു ദ്രാവകം അടിഞ്ഞു കൂടുന്നൊരവസ്ഥയാണ്. ചുറ്റുമുള്ള എന്തൊക്കെയാണോ കുടലാണോ എന്താണോ എല്ലാം എല്ലാം ഒട്ടിപ്പിടിച്ച് കിടക്കും. അവർക്ക് മാസമുറ സമയത്ത് ശക്തമായ വേദന, കൂടുതൽ രക്തസ്രാവമൊക്കെ അതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ എൻഡോമെട്രിയോസ് ഉള്ള ആൾക്കാർക്ക് ഈ സിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറി അവർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട് ആ സിസ്റ്റ് എടുക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഇവർ വലുതായി കഴിഞ്ഞാൽ ഗർഭധാരത്തിന് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ മരുന്നുകൾ കൊണ്ട് അണ്ടോത്പാദനം നടക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് ലാപ്രോസ്കോപ്പി വഴിക്ക് ഒരു ഓവറിൻ ഡ്രില്ലിംഗ് എന്ന് പറയും. ഈ ഓവറിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സർജറി വളരെയും എഫക്റ്റീവായിട്ട് കാണാം. അപ്പോൾ ലാപ്രോസ്കോപ്പിക്ക് മാത്രമല്ല ഇവർക്ക് ഒരു മേജർ ഒരു വയറിൽ സ്കാർ ഏറ്റവും മിനിമം സ്കാറോട് കൂടി ചെയ്യാന്നുള്ളതും അതിൻ്റെ അത്യാവശ്യമുള്ള കാര്യമാണല്ലോ. ഡോക്ടർ സമയം ഇവിടെ പൂർണ്ണമായി. ഈ ആർത്തവകാലത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് അതിനുള്ള ചികിത്സയെക്കുറിച്ച് വിശദീകരിച്ചതിന് നന്ദി.